ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ എ.സി. പിഗോ പറയണത് 3 types ഓഫ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയണത്. അതായത് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ് ആയിരുന്നു. ചിലർ ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അതിനെ ആൻസർ ചെയ്തത്. ടൈപ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ, ലോക്കൽ, ട്രേഡ് അതൊക്കെയാണ്. ഡിഗ്രീസ് ചോദിക്കുമ്പോഴാണ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി. അത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചത് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പറയണത് 3 രീതിയിലുണ്ട് എന്നാണ് പറയണത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഗ്രിയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഈസ് നോൺ ആസ് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രീനെ ഒന്നും കൂടി പറയുന്നതാണ് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയണം. കാരണം എന്താണ്? Because they involve maximum possible exploit of each buyer in interest of seller's profits. It said that monopoly is able to sell each separate unit for product at different price. This under perfect price, every buyer is forced to pay the price which is equal to minimum amount he willing to pay rather than ഗോ വിത്തൗട്ട് ദ ഗുഡ്. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ആളുകൾ, അതായത് ബയേഴ്സിന് അവർ പറയുന്ന മൊണോപ്പൊളി പറയുന്ന ആ എന്താ പറയുക, സെല്ലർ പറയുന്ന പൈസയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ വില്ലിങ് ആകുന്ന ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പറയുന്നു പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എവരി ബയർ ഫോഴ്സ് ടു പേ. അതായത് ആ മൂന്നാമത്തെ സെൻറ്റൻസിൽ തന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബയ്യർ ഒരു സെല്ലർ ഒരു പെന്നിൻ്റെ വില 10 രൂപയാണെന്ന് വയ്ക്കുക, ഉദാഹരണമാണ് പറയണത്. 10 രൂപയാണെന്ന് വയ്ക്കുക. അയാൾ ആ പ്രോഡക്റ്റ് 50 രൂപയ്ക്ക് സാധനം വിൽക്കുന്നു. ചിലർ ആ 50 രൂപയ്ക്കും ആ സാധനം മേടിക്കാൻ റെഡിയാണ്. ചിലവർ എന്താ പറയുക, 50 രൂപ ഈ സാധനം മേടിക്കാൻ തരുമ്പോൾ അദ്ദേഹത്തിന് 40 രൂപ പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ചിലർ പറയും എന്താ പറയുക, ഈ അയ്യോ ചേട്ടാ 50 രൂപയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല, ചേട്ടൻ കുറച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഒരു 10 രൂപ കുറഞ്ഞു കിട്ടും. അപ്പോഴും അദ്ദേഹത്തിന് 30 രൂപ ലാഭം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിനെ പറയുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അവർ എപ്പോഴും മോണോപ്പൊളിസ്റ്റിന് അവർക്കാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇത് അവർക്കാണ്. മോണോപ്പൊളിയിൽ പ്രൈസ് അദ്ദേഹത്തിനാണ് ചെയ്യാൻ കൂടുതലായിട്ട് പറ്റുക, അല്ലേ? മോണോപ്പൊളിയാണ് അവർ പ്രൈസ് മേക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് കാര്യങ്ങൾ അവർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ആ ബയ്യർ അവിടെ ആ സമയത്ത് ആ സാധനം മേടിക്കാൻ റെഡിയായി നിൽക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പറയണത്, അപ്പോൾ ഫസ്റ്റ് ഈ ആളും തരവും കണ്ടിട്ട് പൈസ മേടിക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ മാക്സിമം എന്താണ് പോസിബിൾ എക്സ്പ്ലോയ് ബയേഴ്സിൻ്റെ നിന്ന് മാക്സിമം എന്താണ് സാധനങ്ങൾ മേടിപ്പിക്കാൻ അവർക്കാണ്. കാരണം മോണോപ്പൊളിസ്റ്റിന് അവരെ മാത്രമാണ് പ്രൈസ് ചാർജ് ചെയ്യാൻ അവർക്ക് മാത്രമാണ് ആ കഴിവുള്ളത്. സോ അവരെന്താണ് ആ കസ്റ്റമേഴ്സിൻ്റെ ആളും തരം അനുസരിച്ചിട്ട് അവർക്ക് ആ സാധനങ്ങൾ മേടിക്കാനോ വിൽക്കാനോ വിൽക്കാൻ അവർക്ക് കഴിവില്ല. അങ്ങനത്തെ ഒരു ഇതാണ് എന്തെന്നാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അവരെ എങ്ങനെയെങ്കിലും വില്ലിങ് ടു പേ, അവരെങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ആ സാധനം മേടിപ്പിച്ചിട്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ ഓരോ വ്യക്തിയുടെയും കപ്പാസിറ്റി, അവരുടെ ഒരു വ്യക്തികളുടെയും കപ്പാസിറ്റി കണ്ടനുസരിച്ചിട്ട് അതനുസരിച്ചിട്ട് സാധനങ്ങൾ അവരെ കൊണ്ട് മേടിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു ഡിഗ്രിയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനൊന്നും കൂടി പറയുന്നതാണ് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നും കൂടി അതിനെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് സ്റ്റേജിനെ പറ്റിയിട്ട്, ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു അങ്ങനെയാണെന്ന്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ യൂണിറ്റിനും ഓരോ പ്രൈസ് ഈടാക്കുന്നതിനെ പറയണതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്.
അതായത് പ്രൈസ് സെക്കൻഡ് ഡിഗ്രി ഓക്കേഴ്സ് മോണോപ്പൊളീസ് ചാർജ് ഡിഫറെൻറ്റ് പ്രൈസ് ഫ്രം ഡിഫറെൻറ്റ് ബയേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് പ്രൈസ് ഫോർ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. ഇപ്പോൾ ഒരു പെന്നെന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഒരു പെൻസില് 10 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 10 പേർക്കും 10 വിലയായിട്ട് കൊടുക്കാം. ഒരാൾക്ക് 10 രൂപയ്ക്ക് കൊടുക്കുക, ഒരാൾക്ക് 2 രൂപയ്ക്ക് കൊടുക്കുക, ഒരാൾക്ക് 3 രൂപയ്ക്ക് കൊടുക്കുക, ഒരാൾക്ക് 5 രൂപയ്ക്ക് കൊടുക്കുക. അങ്ങനെ അവിടെ വന്നിരിക്കുന്ന ആ ബയേഴ്സിന് പല വിലയ്ക്കും പല ഇതും കൊടുക്കുന്നതെന്ന് പറയണതാണ് എന്തെന്ന് പറഞ്ഞത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് സെക്കൻഡ് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് എന്തെന്നാണ്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൈസ് എന്താണ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ബയേഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസിൽ സെയിം യൂണിറ്റ് ആയിരിക്കും, സെയിം പ്രോഡക്റ്റും സെയിം കാര്യങ്ങളായിരിക്കും, പക്ഷേ പല പ്രൈസിലും അവർക്ക് വിൽക്കണതിനെ പറയുന്നതാണ്. പല പ്രൈസുകൾക്കും ഇങ്ങനെ മറ്റേത് എങ്ങനെയെങ്കിലും വില്യം ചെയ്തിട്ട് അവരെ കൊണ്ട് മേടിപ്പിക്കും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഇത് അവരെ കൊണ്ട് പലരുടെയിൽ നിന്നും പല കപ്പാസിറ്റി അനുസരിച്ച് പലരുടെയിൽ നിന്നും പല പൈസയും കാര്യങ്ങളും മേടിക്കുന്നതിനെ പറയുന്നതാണ് എന്ത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് സെക്കൻഡ് സ്റ്റേജ്. നെക്സ്റ്റ് തേർഡ് ഡിഗ്രീനെ പറ്റി പറയാം. തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മാർക്കറ്റിനെ ഓരോ മാർക്കറ്റായി സബ് ഡിവൈഡ് ചെയ്തിട്ട് ആ മാർക്കറ്റിന് അവിടുത്തെ ഓരോ സബ് മാർക്കറ്റിന് ഓരോ പ്രൈസ് കൊടുക്കുന്നതിനെ പറയുന്നതാണ് തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞത്. The seller divides its buyers into or more sub-markets and charge different price in each sub-market. This buy channel sub-market need not lowest demand for the sub-market or group. A common example type of price discrimination found the practice of manufacturers who sell the product at higher at home and lower price abroad. അതായത് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാമെന്ന് വെച്ചാൽ ഒരു വില്ലേജ് ടൗണ് അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്തു എന്നേക്കും. ഇപ്പോൾ വില്ലേജിൽ മേടിക്കുന്ന കാരണം അവർക്ക് ഇൻകം ചിലപ്പോൾ കുറവുള്ള വില്ലേജിൽ ഇപ്പോൾ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ ഇൻകം പൊതുവേ കുറവാണ് എന്ന് വയ്ക്കാം. അപ്പോൾ അവിടെ നിന്ന് മേടിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെൻ വി കമ്പയർ ടു ടൗൺ ഏരിയാസിൽ പ്രൈസ് കുറവായിരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റേജിനെ പറയണത്, അങ്ങനത്തെ ഒരു ഡിഗ്രീനെ പറയണതാണ് തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വില്ലേജിൽ നിന്ന് മേടിക്കുന്ന പൈസ അവിടുത്തെ ഇപ്പോൾ സെല്ലറ് ചിലപ്പോൾ ടൗൺ ഏരിയയിൽ കുറച്ചും കൂടി വിൽക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഈ ഓട്ടോറിക്ഷയ്ക്ക് പോകണം, സാധനങ്ങൾ വിൽക്കാൻ പോകണം. ഇപ്പോൾ വില്ലേജ് എത്തുമ്പോൾ അവർ പൈസ കുറച്ച് കുറയ്ക്കും. നേരെ മറിച്ച് ആ വടിയും കൊണ്ട് ടൗണിലേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവുക, കുറച്ചും കൂടി പൈസ അവർ കൂട്ടി മേടിക്കും. അങ്ങനത്തെ ഒരു ഇതിനെ പറയണതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് തേർഡ് ഡിഗ്രി. അപ്പോൾ പറഞ്ഞ 3 ഡിഗ്രി എന്ന് പറയുന്നത് പ്രൈസ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അതിൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ, എങ്ങനെയാണ് വില കൂട്ടി അവരുടെ നിന്ന് കൂടുതൽ പൈസയ്ക്ക് സാധനങ്ങൾ മേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം പ്രോഫിറ്റ് എങ്ങനത്തെ തരക്കാരാന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചിട്ട് അവരത് സാധനങ്ങൾ മേടിപ്പിക്കുന്നു. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത്. അവരുടെ കപ്പാസിറ്റി എന്താണെന്ന് കണ്ട് അതനുസരിച്ചിട്ട് അവരുടെ നിന്ന് ഇത് മേടിക്കുക. അതാണ് എന്തെന്ന് പറഞ്ഞത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓരോ കമ്മോഡിറ്റിനും അവർക്ക് തോന്നിയ പൈസ ഇടണം. ഒരു പെന്നിന് 10 വില, അതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾ മാർക്കറ്റിനെ ഓരോ മാർക്കറ്റായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് ആ ഡിവൈഡ് ചെയ്തവർക്ക് ആ ഓരോ പ്രൈസ് ആയിരിക്കും. അപ്പോൾ ആ ഓരോ പൈസ അപ്പോൾ ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരൻ ടൗണിലുള്ള പൈസ ആവില്ല, വെള്ളത്തിലുള്ള പൈസ അതിലുള്ള പൈസയാവില്ല. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒരു കണ്ടീഷൻ ഞാൻ അതിലില്ലാത്ത ഒരു കണ്ടീഷൻ എന്ന് പറയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. There must be exit 2 or more market which are separated from each other. രണ്ടിൽ കൂടുതലോ മാർക്കറ്റുകൾ വേണം. അത് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേണം, സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ അതെന്താണെന്ന് വെച്ചാൽ കാരണം അതേപോലെ തന്നെ there must be effective separation of submarkets, so customers of low priced market do not sell the product high priced. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ സെപ്പറേറ്റ് ആകുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഹൈ പ്രൈസിനൊന്നും സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല. അതായത് ആ കസ്റ്റമേഴ്സിന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കാര്യങ്ങൾ തന്നെ വിൽക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അവിടെ എന്താ പറയുക
കോമ്പറ്റീഷൻസ് അറൈസ് ചെയ്യും. സോ ഒന്നിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത മാർക്കറ്റ് അതേപോലെ തന്നെ സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അത് ഒരിക്കലും സെപ്പറേഷൻ വേണം. അതൊരിക്കലും ലോ പ്രൈസിലാണ് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. ഒരു പെന്നിന് 1000 രൂപ വെച്ചിട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ. ആ പ്രൈസിന് ഒരു പ്രൈസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹൈ പ്രൈസൊന്നും ഇതാക്കാണ്ടാണ് സെപ്പറേറ്റ് വേണം. പിന്നെ ദിസ് ഡിസ്ക്രിമിനേറ്റ് ഫേം മസ്റ്റ് ബി മോണോപോളിസ്റ്റ്. മോണോപോളി തന്നെ ആവണം. മോണോപോളി ആണെങ്കിൽ മാത്രമാണ് അത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആവുള്ളൂ. മസ്റ്റ് ഡിവൈഡ് ഇൻ സബ് ഡിഫറെൻറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അതേപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് the elasticity of demand in each market must be different. This means that if one market is less elasticity, the other should be more elastic. If the demand elasticity in different markets are same, the price discrimination would be lead to falling profit due to decrease in demand in high priced market. അതായത് ഡിഗ്രി ഓഫ് റെസ്പോൺസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ പ്രൈസ് ചേഞ്ച് ചെയ്യാം ചാൻസ് ഉണ്ട്. അതായത് ഡിഗ്രി ഓഫ് റെസ്പോൺസ് അതായത് നമ്മുടെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ് ഓഫ് കോമ്പറ്റേറ്റീവ് ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത ഏത് രീതിയിലാണ് അവർ അത് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് പ്രോഫിറ്റ് കുറയാനാണ് ചാൻസ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് അത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആവുള്ളൂ. ഈ എല്ലാം എന്താ പറയുക ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എപ്പോഴാണ് പോസിബിൾ ആവുക? എ മോണോപോളിസ്റ്റ് കനോട്ട് ഓൾവേസ് അണ്ടർടേക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എപ്പോഴും മോണോപോളിസ്റ്റിക്കിനെ അങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പറ്റില്ല. ചെറിയ കേസസിൽ പോസിബിൾ കേസസ് ഉണ്ട്. ആ കേസസിൽ മാത്രമാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറ്റുള്ളൂ. ഡയറക്റ്റ് സർവീസസിൽ ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഡയറക്റ്റ് ആർ ഇൻവോൾവ് ബൈ പേഴ്സൺ ലൈക്ക് ഡോക്ടേഴ്സ് ഓർ ലോയേഴ്സ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ബിക്കം പോസിബിൾ. ഈ ഡയറക്റ്റ് സർവീസസ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഒരുവിധം എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള സർവീസസാണ്. ഇപ്പോൾ ലോയർ ആവട്ടെ ഡോക്ടർ ആവട്ടെ, അപ്പോൾ അവർക്ക് അവരുടെ എന്താ പറയുക ഡയറക്റ്റായിട്ട് അവർക്ക് കാര്യങ്ങൾ മേടിക്കാൻ പറ്റും. അതുപോലെ ഒരുവിധം എല്ലാവർക്കും സെയിം ചിലപ്പോൾ ഡോക്ടേഴ്സിന് ഇഷ്ടം എന്താ പറയുക ഒരു പേഴ്സണൽ അടുപ്പം അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സിനെ അറിയെങ്കിൽ അവരാ പ്രൈസ് മേടിക്കണമെന്നില്ല. സോ അതുകൊണ്ട് അത് ഡയറക്റ്റ് സർവീസസിന് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാൻ പറ്റും. പിന്നെ personal preference and prejudice. Consumer are ready to pay higher prices for certain brands. Whenever consumer have preference and prejudice for particular brand of company, price discrimination is possible. പിന്നെ ഒരു പോസിബിൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഷർട്ടിന് സാധാ ഒരു ബ്രാൻഡഡ് അല്ലാത്ത ഷർട്ടിന് ചിലപ്പോൾ 500 രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ അലൻസോണി അല്ലെങ്കിൽ അങ്ങനെ ബ്രാൻഡഡ് ഷർട്ട്സിന് നമ്മൾ നല്ല പ്രൈസ് കൊടുത്തിട്ട് ആ സാധനം മേടിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും. ആ സമയത്തും നമ്മുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവും. നോ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ മാർക്കറ്റ്. വെൻ കമ്മോഡിറ്റി ഓഫ് സർവ് കനോട്ട് ബി ട്രാൻസ്ഫർ ഫ്രം വൺ മാർക്കറ്റ് ടു അനദർ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് പോസിബിൾ. അതായത് ഒരിക്കലും നമ്മുടെ കമ്മോഡിറ്റി അല്ലെങ്കിൽ സർവീസസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് മാർക്കറ്റിലേക്ക് പോകാൻ പാടില്ല. എല്ലായിടത്തും ഒരു ഹൈ പ്രൈസ് പാടില്ല. അങ്ങനെയാണെങ്കിലും എന്ത് പറ്റും? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പറ്റും. ലീഗൽ സാങ്ഷൻ വേണം. ലീഗൽ അതായത് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അവർക്ക് പല ചാർജസും ഫെയർ ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ റെയിൽവേനെ സംബന്ധിച്ചോളം ഇപ്പോൾ സ്ലീപ്പേഴ്സിലെ റേറ്റ് അല്ല AC കമ്പാർട്ട്മെൻറ്റിലെ റേറ്റ് അങ്ങനെ, അല്ലെങ്കിൽ സീസണൽ ടിക്കറ്റ്, അങ്ങനെ പല ഡിസ്ക്രിമിനേഷൻ ഏത് കേസിലുണ്ട്? ഇന്ത്യൻ റെയിൽവേയുടെ കേസസിലുണ്ട്. അതേപോലെ തന്നെ KCB ചാർജസ് ഞാൻ പറഞ്ഞു, റേറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അത് എന്താണ്? അത് ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗൽ. ഇപ്പോൾ ഇലക്ട്രിക്കൽ ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ റേറ്റ് ആവില്ല ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ലീഗൽ അതും ഒരു പോസിബിളാണ്. ഇഗ്നോറൻസ് ഓഫ് ബയേഴ്സ്. എ മോണോപോളി മേ ചാർജ് ഡിഫറെൻറ്റ് പ്രൈസ് വെൻ കസ്റ്റമേഴ്സ് ആർ ഇഗ്നോറൻറ്റ്. ദേ ഹാവ് നോളേജ് ഓഫ് പ്രൈസ് വിൽ ദേ ഓപ്പോസിറ്റ് ഇറ്റ്. അതായത് അവർക്ക് തന്നെ ചിലപ്പോൾ മുൻകൂട്ടി കാര്യങ്ങൾ അറിയണതുകൊണ്ട് ചിലപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിലും ഇത് പറ്റില്ല. ലൊക്കാലിറ്റിയുടെ ബേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു
എന്താ പറയുക, അപ്പോൾ ടൗണിൽ ഏരിയയിലാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി പൈസ കൂടുതൽ മേടിക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു വില്ലേജ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊന്നും നമുക്ക് എന്താണ് സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് കമ്മോഡിറ്റി ഹാൻഡിൽ. പ്രൈസ് ക്യാൻ ബി അഡോപ്റ്റ് റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫ് കംഫർട്ട് ആൻഡ് ലക്ഷറീസ്. ഓരോ പ്രൊഡക്റ്റിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ ലക്ഷറി അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷറി പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ കാറിനൊന്നും നമുക്ക് 50 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്കോ മേടിക്കാൻ പറ്റുമോ? 10,000 അല്ല പറയണത്, 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 500 രൂപയ്ക്കോ ഒന്നും നമുക്കൊരു കാറ് മേടിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ലക്ഷറി പ്രോഡക്റ്റ്സ് ആണ്. സോ അത് പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഇറാഷണൽ ഫീലിംഗ് ഓഫ് ബയർ. സം ബയർ ഫീൽ ദാറ്റ് ഹൈ പ്രൈസ് ഇസ് കമ്പനി ബെറ്റർ ദാൻ ലോ പ്രൈസ്. ഇൻ സിറ്റുവേഷൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോയി. ചിലവരുടെ ധാരണയുണ്ട് പൈസ കൂടുതലുള്ള സാധനത്തിന് നല്ല ക്വാളിറ്റി ആവും അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആവും അല്ലെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളും വിശ്വസിക്കാം. ആ സമയത്തും ഇതെന്താ പറയുക, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവും എന്നാണ്. ഇതാണ് പ്രൈസ് പോസിബിൾ ആവുന്ന കേസ്. താങ്ക് യു.